വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി തിരിച്ചുപിടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ നടത്തുന്ന പുതുയുഗയാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ നമ്മുടെ ഈ നിയോജക മണ്ഡലം വടക്കാഞ്ചേരി, അവിടെ നിന്നൊരു UDF-ന്റെ പ്രതിനിധി ഉണ്ടാവോ? ഉറപ്പിച്ചു പറ. എനിക്ക് ഉറപ്പുതാ. ഞാൻ ആ ഉറപ്പ് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു. നമ്മുടെ കോട്ടയാണ്. അവര് ലൈഫ് മിഷന്റെ കാര്യമൊക്കെ പറഞ്ഞ് അനിലക്കരയെ ബുദ്ധിമുട്ടിച്ചു. ഇതുവരെ പൂർത്തിയായിട്ടില്ല അല്ലേ? ഇതുവരെ പൂർത്തിയായിട്ടില്ല. നമ്മൾ വരുമ്പോൾ അതൊക്കെ പൂർത്തിയാക്കും. നമ്മൾ വരാൻ വേണ്ടി അപ്പൊ പൂർത്തിയാക്കും. അപ്പൊ 100-ലധികം സീറ്റുമായി നമ്മൾ വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു UDF-ന്റെ MLA ഉണ്ടായിരിക്കണം. വരുന്ന UDF സർക്കാരിൽ വടക്കാഞ്ചേരിയിൽ നിന്നും ഒരു MLA ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF നിയോജക മണ്ഡലം ചെയർമാൻ MA സാബു അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഒരു മഹായുദ്ധത്തിനാണ് പുറപ്പെട്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു കയറും. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരമാണ് പുതുയുഗയാത്രയ്ക്ക് ഉണർവേകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം ഭരിച്ച് തരിപ്പണമാക്കിയ ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കണം. അടുത്ത മാസം മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ മലയാളികളുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് കെട്ടിവെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഒരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ മഹായുദ്ധത്തിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരമാണ് നമ്മൾ ഈ പോരാട്ടത്തിലൂടെ പ്രതിഫലിക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം തകർത്തു തരിപ്പണമാക്കിയ, എല്ലാ രംഗത്തും പരാജയം മാത്രം ബാക്കി വെച്ച് ഈ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുകയാണ് പുതുയുഗയാത്രയിലൂടെ നമ്മൾ. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നട്ടൽ എന്ന് പറയുന്നത് അതിന്റെ സമ്പദ്ഘടനയാണ്. ആ നട്ടൽ ഇവർ തകർത്ത് കളഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത്. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷെ അപ്പോൾ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ തള്ളിത്താഴ്ത്തിയിട്ടാണ് പോകുന്നത്, ചവിട്ടി താഴ്ത്തി. നമ്മൾ ഇനി കേവലം പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ ഇനി എവിടെയെല്ലാം ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു, എവിടെയെല്ലാം കേരളത്തെ ഇവർ തകർത്തു തരിപ്പണമാക്കിയോ അവിടെയെല്ലാം നമുക്ക് വിജയിക്കണം. അവിടെയെല്ലാം കേരളത്തെ നമുക്ക് പുനർജനിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്ത തരത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി കഠിനാധ്വാനം നടത്തി, ഗവേഷണ തുല്യമായ ഗ്രഹപാഠം നടത്തി, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി ആലോചിച്ച് വ്യക്തമായ പരിപാടികളോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുന്ന ആദ്യത്തെ മുന്നണിയാണ് നമ്മുടെ UDF. സമ്പദ്ഘടന ഇവരെ തകർത്ത സ്ഥലത്ത് നിന്നും നമ്മൾ അതിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, വിസ്മയിപ്പിക്കുന്ന നികുതി പരിഷ്കരണങ്ങൾ കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ ഖജനാവ് ചോർത്തലിനെ തടഞ്ഞുകൊണ്ട്, നമ്മുടെ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന കേരളത്തിന്റെ ഖജനാവ് നമ്മൾ പണം കൊണ്ട് നിറയ്ക്കുക തന്നെ ചെയ്യും. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.